എന്താണ് എല്ലാവർക്കും പരിപാടി? അപ്പം ഞാനൊരു ചെറിയൊരു പരിപാടിയിലാണ്. അതായത് ഒരു ഐറ്റം ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഐറ്റം. അതായത് നമ്മുടെ ചക്ക, നമ്മൾ മിനി ട്രക്കിങ്ങിന് പോയ അവിടുന്ന് നമ്മളൊരു ചക്ക വലിച്ചില്ലായിരുന്നു, ആ ചക്ക പഴഞ്ചക്കയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് നമുക്ക് വരട്ടി വെക്കാം. വരട്ടി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അട ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നീട് ചക്കക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കഴിക്കാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചക്കയൊക്കെ ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. എത്ര നന്നാക്കിയാലും അതിൻ്റെ അത് ചില തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓരോ ചെറിയ ഈ ചവണികളൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എന്താക്കി, ചക്ക നന്നായിട്ട് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ മുന്നേ ഞാൻ ഇതിനുള്ളിലുള്ള ഓരോ സാധനങ്ങളും ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു. അതിലെങ്ങനെയാണെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ ഒരു ജസ്റ്റ് കളറൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു യെല്ലോയിഷ് കളറൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരച്ചെടുത്തത് നമ്മളെ ഈ ചെമ്പിലേക്ക് ഇട്ടിട്ട് ചെമ്പിന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഒക്കെ ചെമ്പിലേക്ക് ഇടുകയാണ്. അപ്പം നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ ശർക്കരപ്പാൻ ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് ഉരുകാനുണ്ട്. അപ്പോഴത്തേക്ക് ഞാനതൊക്കെ അടിച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് വേണം, നമ്മളെ ശർക്കരപ്പാനി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് ചക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ ചക്ക ഒരു ചക്കൻ്റെ ഹാഫ് മാത്രമാണ് എടുത്തത്. അതന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതാണ് ഞാൻ മറ്റേത് മാറ്റി വെച്ചത്. അപ്പോൾ നമ്മൾ ശർക്കരപ്പാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് അരിച്ചൊഴിക്കാം കേട്ടോ. ഞാൻ അരിച്ചിട്ടില്ല, എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ അരിച്ചില്ല. അരിക്കേണ്ടവർക്ക് അരിച്ചൊഴിക്കാം. അങ്ങനെ അതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു, നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് വരട്ടാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചെമ്പ്. അങ്ങനെ വരട്ടി കുറച്ച് ടൈം ഇളക്കി എടുക്കാനുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറിന് മേലെ എന്തായാലും ഞാൻ ഇളക്കിയിട്ടുണ്ട്. അത്രയും നേരം ഇളക്കിയിട്ടാണ് അത് സെറ്റാക്കി കൊണ്ടുവന്നത്. നമ്മൾ ഹൽവയൊക്കെ വിരകില്ല, അതുപോലെ ഇങ്ങനെ കൊണ്ടുവരണം. അതായത് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. പിന്നെ വൈറ്റ് ശർക്കരയല്ലേ ഇപ്പം നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു കളർ. അല്ലെങ്കിൽ ഒരു മറ്റേ കളർ ശർക്കരയാണെങ്കിൽ നമുക്കൊരു ബ്രൗൺ കളറിൽ കിട്ടും. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. റെഡി ആയതിനു ശേഷം നമ്മൾ ചൂട് തണിയാതെ നമ്മൾ പാത്രത്തിലൊന്നും ആക്കി വെക്കരുത്. ഇനി ഇതിപ്പോൾ അത് സെറ്റായത് ഞാൻ നാളെ രാവിലെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഏകദേശം നമ്മളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.